ഇന്ന് പ്രധാനമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ബ്രദർ പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ടും ഞാനും നിങ്ങളും എല്ലാവരും ജീവിതത്തിൽ പല സമയങ്ങളിൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രതിസന്ധി. അപ്പൊ പ്രതിസന്ധി വന്നാൽ നാം എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ളൊരു ടോപ്പിക്കാണ്. ടോപ്പിക് മാത്രമല്ല, ഇതൊരു റിയാലിറ്റിയാണ്. നമ്മുടെ ജീവിതം നമ്മൾ ആത്മപരിശോധന നടത്തുമ്പോൾ നമുക്ക് പല സമയത്തും നമ്മുടെ ജീവിതം അവതാളത്തിലായ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, എന്താണ് മുന്നോട്ടുള്ള വഴി, ഇങ്ങനെ പല കാര്യങ്ങളും ചിന്തിക്കുന്ന മക്കളാണ് ഞാനും നിങ്ങളും. അറൗണ്ട് 98% ഈ സന്ദേശം കേൾക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മേ ബി കുറച്ച് ആളുകൾക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ അറിവുള്ളവരുണ്ട്. ഞാനും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കാര്യത്തെക്കുറിച്ച് ഒരു തിരിച്ചറിവ്, ഒരു മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ വന്നത്. പക്ഷെ ആ സമയത്തൊന്നും കൃത്യമായിട്ടൊന്നും പറഞ്ഞു തരാനോ മുന്നോട്ട് നയിക്കുവാനോ അങ്ങനെ വലിയ പ്രസ്ഥാനങ്ങളോ വലിയ ആളുകളോ ആരും ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ടോപ്പിക്ക് പ്രതിസന്ധി വന്നാൽ നാം അതിനെ എങ്ങനെ നേരിടണം, എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചാണ്. പ്രത്യേകിച്ചിട്ടും ഇപ്പോൾ എല്ലാ മേഖലകളിലും പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടമാണ്. അത് നമ്മൾ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാനും ചെവി കൊണ്ട് കേൾക്കാനും പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ എന്നെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ചും അതിൻ്റെ ഉദ്ദേശം എന്താണെന്നും ലക്ഷ്യം എന്താണെന്നും എയിം എന്താണെന്നും കൂടി ഞാൻ ഒന്ന് വെളിപ്പെടുത്തേണ്ടതുണ്ട്. ലക്ഷ്യം തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ട്, നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും. അപ്പോൾ ഇതിലെ എൻ്റെ പേര് ഞാൻ പ്രധാനമായിട്ടും ഒന്ന് എൻ്റെ പേര് പരിചയപ്പെടുത്തേണ്ടത്. എൻ്റെ പേര് ഇമ്മാനുവൽ എന്നാണ്, കോട്ടയത്ത് നിന്നാണ്. പ്രധാനമായിട്ടും വചന ശുശ്രൂഷയാണ് നമ്മുടെ പ്രധാനപ്പെട്ട യാത്ര. അതുപോലെ തന്നെ ദൈവം നമുക്ക് തന്ന അനുഗ്രഹങ്ങളും കർത്താവിൻ്റെ അനുഗ്രഹങ്ങളും വചന ശുശ്രൂഷയും എന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്കിന്റെ ഹൈലൈറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും വചനം മാത്രം മാനവകുലത്തിന് കൊടുത്തിട്ട്